എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരുവീടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊട്ടൊരു പണി വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ അടക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമും അതുപോലെ തന്നെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 വർഷ ഡിഗ്രി പ്രോഗ്രാം ഈ വർഷം കൊണ്ട് തന്നെ അവസാനിക്കും. ഇപ്പോൾ 5-6 സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന 3-ാം വർഷ വിദ്യാർത്ഥികളെയും കൂടി കഴിയുമ്പോൾ അപ്പോൾ ഈ വരാൻ പോകുന്ന 5-6 സെമസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 5-6 സെമസ്റ്റർ നിങ്ങളുടെ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളുടെ അവസാന 3 വർഷ ഡിഗ്രി പ്രോഗ്രാമാണ്. അതായത് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അവസാന ബാച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കോളേജിലെ സീനിയേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ സീനിയേഴ്സായ, അതായത് 3-ാം വർഷ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അവസാന ബാച്ചാണ്. കാരണം അതിനുശേഷം പ്രവേശനം നേടിയത് എന്താണ്, മൊത്തം ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സും അതുപോലെ തന്നെ ഈ വർഷം കയറിയ ഫസ്റ്റ് ഇയേഴ്സും ഒക്കെ 4 വർഷ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് പണി വരിക എന്നുള്ളത് ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷയുടെ കാര്യം തന്നെ എടുക്കുമ്പോഴാണ്. ഇപ്പോൾ സാധാരണ 3 വർഷ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരിക്കുമ്പോൾ റെഗുലർ, സപ്ലിമെൻ്ററി, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു നടക്കാറ്. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു കറക്റ്റ് ടൈമിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ടൈമൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം വന്നതുകൊണ്ട് തന്നെ റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ വേറെയും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷ വേറെയുമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ തവണ ശ്രദ്ധിക്കുമ്പോൾ ഓരോ സെമസ്റ്റർ കടന്നു പോകുമ്പോഴും ആ സെമസ്റ്റർ വിജയിച്ചു പോകാൻ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സാധാരണ റെഗുലർ, സപ്ലിമെൻ്ററി, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം വന്നതോടെ റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ വേറെയും അതുപോലെ തന്നെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വേറെയുമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകൾക്കെല്ലാം നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഈ പരീക്ഷകൾ നടത്തുന്നതിലും, അതായത് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഒരുപാട് പരീക്ഷകൾ, അത് പരീക്ഷകളുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 4 ഇയർ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തണം, അതുപോലെ തന്നെ 3rd ഇയർ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തണം. ഇതിലെങ്ങനെയാണ് വിദ്യാർത്ഥികൾ പെടാൻ പോകുന്നത്? കാരണം നിങ്ങൾ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ സപ്ലി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ സെമസ്റ്റർ പരീക്ഷ കോൾ ഫോർ ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെ പോകാൻ കുറച്ച് വൈകുകയും ചെയ്യുമെന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ സപ്ലി വരുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം അല്ലെങ്കിൽ തങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ്, അല്ലെങ്കിൽ ജൂനിയേഴ്സിൻ്റെ പരീക്ഷയ്ക്ക് മുൻപോ ശേഷമോ മാത്രമേ തങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം നല്ല ടൈം എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് എടുക്കാൻ നല്ലൊരു സമയവും അത്യാവശ്യമായി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്കും ഫർദർ സ്റ്റഡീസിനും പോകാനുള്ള കാര്യങ്ങൾ വൈകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കി പോകുമ്പോഴും അവ എങ്ങനെയും പൂർത്തീകരിച്ചു പോകാനാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് വാലിഡിറ്റി പീരീഡ് അവസാനിച്ചു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന പരീക്ഷകളെല്ലാം 2020 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. കാരണം അവർക്ക് അതിന് അവസരമില്ല, അവരുടെ വാലിഡിറ്റി പീരീഡ് അവസാനിച്ചു. പക്ഷെ എന്നാൽ പോലും 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകളിൽ ഏതെങ്കിലുമൊക്കെ സെമസ്റ്ററിൽ സപ്ലി അടിച്ചിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. സപ്ലി ആയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ ഇനി കാത്തിരിക്കേണ്ടത് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യരുത്, നിങ്ങൾക്കും വരാൻ പോകരുത്. അപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷവും കൂടി നിങ്ങൾക്ക് പരീക്ഷകൾ എഴുതാം. 2021 അഡ്മിഷൻ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും
2021 അഡ്മിഷൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനിയും അവസരങ്ങളുണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങൾ ഓരോ സെമസ്റ്റർ കഴിഞ്ഞു പോകുമ്പോഴും അത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പ്രധാനമായും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഫർദർ സ്റ്റഡീസ്, ജോലിക്ക് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകാൻ വൈകുകയും ചെയ്യുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാം വന്നതോടെ ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണ് 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അവസാന ബാച്ചാണ് ഈ 5ാം സെമസ്റ്റർ. നിങ്ങളുടെ കോളേജിലെ സീനിയേഴ്സ് എന്ന് പറയാൻ സാധിക്കില്ല, സൂപ്പർ സീനിയേഴ്സ്, അത് 3ാം വർഷ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 3 വർഷ ഡിഗ്രിയുടെ അവസാന ബാച്ചാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ. അവസാന ബാച്ചാണ്. കാരണം എന്താണ്, കഴിഞ്ഞ വർഷം മുതൽ 4 ഇയർ ഡിഗ്രിയാണ്. ഇപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം കയറിയ 4 ഇയർ ആണ്, ഈ വർഷം കയറിയവരും 4 ഇയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായവരാണ്. എന്നാൽ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അവസാന ബാച്ചാണ് ഇപ്പോൾ 5ാം സെമസ്റ്റർ പരീക്ഷയും അതുപോലെ തന്നെ 6ാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ. സാധാരണഗതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു റെഗുലർ, സപ്ലിമെൻ്ററി, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ പരീക്ഷ, അതായത് 4 വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷ വേറെയായിട്ടും 3 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വേറെയായിട്ടുമാണ് നടത്താറ്. ഇതുകൊണ്ട് തന്നെ പ്രധാനമായും പ്രശ്നം എന്ന് വെച്ചാൽ പരീക്ഷകൾ വരാൻ വൈകും. പരീക്ഷകളുടെ നടത്തിപ്പ്, ഒരു പരീക്ഷ നടക്കുമ്പോൾ അടുത്ത പരീക്ഷ നടക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു പരീക്ഷ കഴിയുന്ന വരെ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ അതിന് മുമ്പ് നടത്തും, റെഗുലറിന് മുമ്പ് ചിലപ്പോൾ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് നടത്തും, ചിലപ്പോൾ റെഗുലർ പരീക്ഷ കഴിയുന്ന വരെ കാത്തിരിക്കേണ്ടി വരും. ഇനി ഇത് കഴിഞ്ഞാലോ, അവിടെയും പ്രശ്നങ്ങളാണ്. കാരണം ഈ പരീക്ഷകളുടെ വാല്യുവേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നടന്നത്. ഒന്നെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികളുടെ ആദ്യം, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളുടെ ആദ്യം. അങ്ങനെ വരുമ്പോൾ റെഗുലർ, അത് കഴിഞ്ഞ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ്, മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ. അപ്പോൾ നല്ല രീതിയിലുള്ള ടൈം എടുക്കും ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും. അപ്പോൾ പൂർത്തീകരിച്ചു പോകാൻ പ്രധാനമായും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു കാണുന്നതിന് എൻ്റെ മിസ്കൃത ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോട്ടോ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.